കൊച്ചിയിൽ നിന്ന് വിപിൻ സി വിജയൻ തയ്യാറാണ്. മധ്യ കേരളത്തിൽ നിന്ന് ഇന്ന് പ്രതീക്ഷിക്കുന്ന വാർത്തകൾ എന്തൊക്കെയാണ് എന്നതാണ് പ്രേക്ഷകരുമായി വിപിൻ സി വിജയൻ പങ്കുവയ്ക്കുക. വിപിൻ, ഗുഡ് മോർണിംഗ്. കൊച്ചിയിൽ നിർണായക UDF യോഗം ചേരുന്നുണ്ട്. മുന്നണി വിപുലീകരണം അടക്കമുള്ള പ്രധാനപ്പെട്ട വിഷയങ്ങൾ അജണ്ടയിലേക്ക് വരുന്നു എന്നത് ശ്രദ്ധേയമാണ്. മറ്റൊന്ന്, കൊച്ചി കോർപ്പറേഷനിലെ മേയറുമായി ബന്ധപ്പെട്ട് ഒരാശയക്കുഴപ്പം പാർട്ടിക്കകത്ത് തന്നെ നിലനിൽക്കുന്നുണ്ട്. ദീപ്തി മേരി വർഗീസിനായിരിക്കും സാധ്യത എന്നതാണ് ലഭ്യമാകുന്ന വിവരങ്ങൾ. ആ ചർച്ചകൾ ഏത് തരത്തിലാണ്? ഒരു തീരുമാനത്തിലേക്ക് എത്താൻ, ഒരു പേരിലേക്ക് എത്താൻ നേതൃത്വത്തിന് കഴിയുന്നുണ്ടോ വിപിൻ സി വിജയൻ? റിജിത്ത്, കൊച്ചിയെ സംബന്ധിച്ച് ഇന്ന് പ്രധാനമായിട്ടുള്ള 2 യോഗങ്ങളാണ് നടക്കുന്നത്. ഒന്ന് കോൺഗ്രസിന്റെ പാർലമെന്ററി പാർട്ടി യോഗമാണ്. പറഞ്ഞതുപോലെ തന്നെ മേയർ ആരായിരിക്കും കൊച്ചിയുടേത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള ചർച്ച. അതിലിപ്പോൾ KPCC ജനറൽ സെക്രട്ടറി ദീപ്തി മേരി വർഗീസിന്റെ പേരിനാണ് ഒരു മുൻതൂക്കമുള്ളത്. ഒപ്പം തന്നെ അതൊരു ടേം വ്യവസ്ഥയിലേക്ക് മാറാനുള്ള ഒരു സാധ്യത കൂടിയുണ്ട്. അപ്പോൾ ഒരു സമവായം രൂപീകരിക്കുക എന്നുള്ളതാണ് പ്രധാനമായും ലക്ഷ്യമിടുന്നത്. VK മിനിമോൾ, അതുപോലെ തന്നെ ഷൈനി മാത്യു എന്നിവരുടെ പേര് കൂടി ഇപ്പോൾ പരിഗണനയിലുണ്ട്. അങ്ങനെയാണെങ്കിൽ 2.5 വർഷം എന്നുള്ള 2 ടേം വ്യവസ്ഥയിലേക്ക് കൊടുക്കണോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിലാണ് പ്രധാനമായും ഒരു ചർച്ചയുണ്ടാവുക. നാളത്തോടു കൂടി ആരായിരിക്കും മേയർ എന്നുള്ളതിൽ ഒരു അന്തിമ തീരുമാനം എടുക്കണം എന്നുള്ളതാണ് KPCCയുടെ നിർദ്ദേശം. അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് കോൺഗ്രസിന്റെ പാർലമെന്ററി പാർട്ടി യോഗം ഇന്ന് കൊച്ചിയിൽ നടക്കുന്നത്. മറ്റൊന്ന് UDFന്റെ യോഗമാണ്. 10 മണിയോടുകൂടിയാണ് ഏറ്റവും നിർണായകമായിട്ടുള്ള UDFന്റെ യോഗം കളമശ്ശേരിയിൽ വെച്ച് ചേരുന്നത്. ഈ യോഗത്തിൽ ഒന്ന് മുന്നണി വിപുലീകരണം, മറ്റൊന്നുള്ളത് ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പ് വരികയാണ്, അതിൻ്റെ ഒരു മുന്നൊരുക്കങ്ങൾ, തന്ത്രങ്ങൾ തുടങ്ങിയ കാര്യങ്ങളാണ് ചർച്ചയുള്ളത്. മുന്നണി വിപുലീകരണം ഇപ്പോൾ കേരള കോൺഗ്രസ് UDFിലേക്ക് ഇല്ല എന്നുള്ളത് ഇപ്പോൾ ജോസ് കെ മാണി തന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ഇനി വരുന്ന മാസങ്ങൾ അപ്പോഴത്തെ ഒരു രാഷ്ട്രീയ ചലനങ്ങളൊക്കെ വലിയ രീതിയിലുള്ള ഒരു മാറ്റങ്ങളിലേക്ക് കൊണ്ടുപോകും. അങ്ങനെയാണെങ്കിൽ എന്ത് തീരുമാനം എടുക്കണം എന്നുള്ളത്. മറ്റൊന്നുള്ളത് PV അൻവർ, അതുപോലെ തന്നെ CK ജാനു തുടങ്ങിയവർ ഇപ്പോഴും പുറത്താണ്. മുന്നണിക്ക് കത്ത് കൊടുത്ത് അവർ കാത്തു നിൽക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് മാസങ്ങളായി. അക്കാര്യത്തിലൊരു അന്തിമ തീരുമാനം എന്തെടുക്കണം എന്നുള്ള കാര്യത്തിലും ഇന്നത്തെ യോഗം ഒരു തീരുമാനത്തിലെത്തും. കാരണം 2 ടീമുകളായിട്ടാണ് ഇപ്പോഴും ഈ കോൺഗ്രസിനകത്ത് തന്നെ നേതാക്കൾ നിൽക്കുന്നത്. കാരണം മുന്നണിക്ക് ഇപ്പോൾ തന്നെ ഒരു കെട്ടുറപ്പുണ്ട്. അതുകൊണ്ട് തന്നെ വിജയിക്കാൻ ഇത് മതി എന്നുള്ളത് ഒരു നേതാക്കൾ പറയുന്നത്. കാരണം ഇപ്പോൾ PV അൻവർ ഉൾപ്പെടെയുള്ളവർ പുറത്താണ്. അങ്ങനെ തന്നെ തുടരട്ടെ എന്നുള്ളൊരു വിഭാഗം. എന്നാൽ ഏറ്റവും പ്രധാനമായും മുന്നണിയെ വിപുലീകരിക്കുകയാണ് ഏറ്റവും അത്യാവശ്യം. കാരണം അത് ഭൂരിപക്ഷം കൂട്ടുമെന്നുള്ളത് മറ്റൊരു വിഭാഗവും പറയുന്നുണ്ട്. അപ്പോൾ ഒരു സമവായം രൂപീകരിക്കുക എന്നുള്ളത് തന്നെയാണ് ഇന്നത്തെ UDF യോഗത്തിന്റെയും പ്രധാന അജണ്ട. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിളക്കമാർന്ന വിജയം, വമ്പൻ വിജയം നേടിയതിനു ശേഷമുള്ള UDF യോഗമാണ്. അത് ശ്രദ്ധേയവുമാണ്. അജണ്ടയിലേക്ക് എന്തൊക്കെ വരും എന്നുള്ളത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒരുക്കമാണ് ഒരു അജണ്ട. മറ്റൊന്ന് ഈ മുന്നണി വിപുലീകരണവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന പ്രാഥമികമായ ചർച്ചകളായിരിക്കും. വിപിൻ സി വിജയൻ കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.